ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ 65 എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായി കഴുകി അതിലത്തെ വെള്ളമൊക്കെ തന്നെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, അപ്പോഴാണ് ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. പിന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിപ്പോൾ വീട്ടിൽ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണിത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ ഇതേപോലെ തിക്കായിട്ടാണ് മാവ് ഇരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ, കാരണം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ മാവിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടി ലൂസായി പോകും. അതുകൊണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് മാറ്റി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറഞ്ഞത് 1/2 മണിക്കൂർ, കൂടുതൽ നേരം വെച്ചുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എന്തായാലും വെക്കണം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഒരു പാനിൽ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഭാഗം ഏകദേശം കായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കുക, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഇനി ഈ ഓയിലിൽ നിന്ന് നമുക്ക് കുറച്ച് ഓയിൽ മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ബാക്കിയുള്ള ഓയിലൊക്കെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചതച്ചതാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് നടുവ് കീറിയിട്ടും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഞാനിവിടെ റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഫോട്ടോയ്ക്കൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ ഒന്ന് പരണ്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് തന്നെയൊക്കെ ഓരോന്നെടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.